ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പത്മം. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തിൽ 2020 അനിയത്തിയുടെ ഒരു സുഹൃത്ത് മുഖേന വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായത്. ഞാൻ 2021 മാർച്ച് 25 അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രകാരം ശരിക്ക് ഉടമ്പടി അനുസരിച്ച് ഞാൻ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനയും ബൈബിൾ വായനയും ജപമെല്ലാം അങ്ങനെ ഇതുവരെ അങ്ങോട്ട് കഴിഞ്ഞു പോന്നു. ഇതിനിടയിൽ എനിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി. ഞാൻ വളരെ കാലം ഞാൻ ആശുപത്രി കിടക്കുകയും വലിയ ഓപ്പറേഷനുകൾ 2 ഹോസ്പിറ്റലുകാർ നിർദ്ദേശിച്ചു. ആ ഓപ്പറേഷൻ കൂടാതെ കണ്ടത് മാറില്ല എന്ന് പറഞ്ഞു. ഇടത് കാലിൻ്റെ ഹിപ്പ് പൊട്ടുകയും ഗ്യാപ്പ് വരികയും ബ്ലോക്ക് വരികയും ചതവുണ്ടാവുകയും ചെയ്തപ്പോൾ എറണാകുളത്തെ വലിയ ആശുപത്രിക്കാരൊക്കെ അത് വലിയ ഓപ്പറേഷൻ കൂടാണ്ട് മാറില്ല എന്നും, പക്ഷേ അമ്മയിൽ ഉടമ്പടി എടുത്തിട്ടുള്ളത് ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനും ഇരുന്നു. അവസാനം 3ാമത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെന്നോട് പറഞ്ഞു ഓപ്പറേഷൻ തന്നെ വേണം. അവിടെ കിടന്നു. അപ്പോൾ എൻ്റെ ഡയപ്പറിൻ്റെ അലർജി കൊണ്ട് പുറകോശം മുഴുവൻ പഴുത്തത് പ്രകാരം സർജറി മാറ്റിവെച്ചവർ. അപ്പോൾ ഞാൻ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ കാശുരൂപവും ഉടമ്പടി ഉപ്പും തൈലവും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവിടെ കിടന്ന് അമ്മയുടെ ജപമാല ജപിച്ച് ബൈബിൾ വായിച്ചും ഞാൻ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ട് കിടന്നു. ഓപ്പറേഷൻ കൂടാതെ കണ്ട് എന്നെ അമ്മ സുഖപ്പെടുത്തണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രകാരം 2 മാസത്തിനകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കറിൽ നടക്കാനുള്ള ഒരവസരം ഉണ്ടായി. അപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം. അച്ഛൻ ആ സമയത്ത് പറയുകയാണ്, ഇടതുകാലിൻ്റെ ഒരു ആക്സിഡൻറ്റ് പറ്റി, ഹിപ്പിന് പൊട്ടും ഗ്യാപ്പും ഉണ്ടായി, ചതവുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഈശോയെ എന്ന് വിളിച്ച് ഉറക്കെ അലറി വിളിച്ചു കരഞ്ഞു. എന്നെ സുഖപ്പെടുത്തിയല്ലോ എന്ന് ഞാൻ സന്തോഷപൂർവ്വം വിശ്വസിച്ചു. പിന്നെ ഞാൻ ഇവിടെ ആദ്യത്തെ ദിവസം വന്നത് എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാൻ ആ ഭാഗത്തുള്ള കസേരയിൽ ഇരുന്നു കൊണ്ട് അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മുഖത്തുകൂടി ഒരു നല്ല സുഗന്ധമുള്ളൊരു തുണി എൻ്റെ മുഖത്തുകൂടി തലയിലൂടെ വലിഞ്ഞു പോകുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ 2 വശവും നോക്കി ആരെയും കാണുന്നില്ല, പുറകിലും ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ എൻ്റെ കൂടെയുണ്ട്, എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ രണ്ടാമതായിട്ട് എൻ്റെ വസ്തുവിന് ജപ്തി നടപടികളും വല്ലാത്ത കടബാധ്യതകളൊക്കെ ആയിട്ടാണ് ശരിക്കും ഞാനിവിടെ വന്നത്. അങ്ങനെ ഈ കടബാധ്യതകളും ജപ്തികളും നിൽക്കുമ്പോഴും ജപ്തി നടപടികൾ വല്ലാതെ കണ്ട് പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാനിവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അദ്ദേഹം എനിക്കൊരു കാശുരൂപം തന്നു. ഈ വസ്തുവിൽ സ്ഥാപിക്കാൻ പറഞ്ഞു. ഞാൻ ഈ കാശുരൂപം മണ്ണിൽ സ്ഥാപിച്ചു. അതിനുശേഷം പിന്നെ ജപ്തിയുടെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. പിന്നെ 3ാമതായിട്ട് എൻ്റെ മകൻ്റെ കുട്ടി, എനിക്കൊരു കൊച്ചുമകളുണ്ട്, 7 വയസ്സായി. അവൾ ആദ്യമൊക്കെ ഭയങ്കര നല്ല മിടുക്കത്തിയാണെങ്കിലും ആൾ സംസാരിക്കാനും സ്കൂളിൽ പോകാനൊക്കെ ഒരു ഭയങ്കര മടിയും പേടിയൊക്കെ ആയിരുന്നു. ഞാൻ അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പം എൻ്റെ മകൾ മിടുക്കത്തിയായിട്ട് നല്ലപോലെ പഠിക്കുകയും സ്കൂളിൽ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ മകൻ ഒരു അഡ്വർടൈസ്മെൻറ്റ് കമ്പനിയിൽ ജോലിക്കാരനാണ്. കമ്പനിയിൽ എല്ലാ ദിവസവും പ്രശ്നങ്ങളാണ്. അവനും ഭയങ്കര വിഷമം. അവൻ എന്നോട് എല്ലാ ദിവസവും വന്ന് പറയും, അമ്മയെ കമ്പനിയിൽ ഇന്നും പ്രശ്നങ്ങളാണ്, ശമ്പളവും കൂട്ടിക്കൊടുക്കില്ല. ഞാൻ അമ്മയുടെ അടുത്ത് അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് എൻ്റെ മകൻ അവർ ശമ്പളം കൂട്ടിക്കൊടുത്തു വളരെ സന്തോഷമായിട്ട് ജോലിക്ക് പോകുന്നു. പിന്നെ എൻ്റെ മകനും 7 വയസ്സുള്ളൊരു കുഞ്ഞാണോ ഉള്ളതെന്ന് പറഞ്ഞല്ലോ, അതിൽ താഴെ കുട്ടികളില്ല. മരുമകൾക്കാണെങ്കിൽ PCODയും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ മകൻ ഒറ്റ ആളാണ്. അപ്പോൾ ആ ഒരു വിഷമം എനിക്ക് നല്ലപോലെ ഉണ്ട്. എൻ്റെ മകൻ അത് പോരാ, 2ാമതൊരു കുഞ്ഞും കൂടി വേണം. ഞാൻ അമ്മയുടെ മുമ്പിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് എൻ്റെ മകന് 2ാമതൊരു ആൺകുഞ്ഞിനെ തന്നെ എനിക്ക് തരണം കേട്ടോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷേ ഞാൻ ആ പ്രാർത്ഥിച്ചിട്ട് നിയോഗം വെച്ചതിന് ശേഷം ഇപ്പോൾ ഒരു അത്ഭുതം പോലെ എൻ്റെ മരുമകൾ, ആ കുട്ടിക്ക് പീരീഡ്സൊന്നും കറക്റ്റില്ലാത്ത കുട്ടിയാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ആ കുട്ടി 4 മാസം ഗർഭിണിയാണ്. വളരെ സന്തോഷം. അമ്മയോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് എനിക്ക്. പിന്നെ എൻ്റെ കൊച്ചുമകളുടെ ടീച്ചർ, ഞാൻ മോളുടെ സ്കൂളിൽ ഇടയ്ക്ക് പോകുമായിരുന്നു. കൊച്ചുമകളുടെ ടീച്ചർ അവൾ കളിപ്പിക്കുകയും ഒക്കെ ചെയ്യും, പറയും എനിക്ക് കുട്ടികളില്ല ചേച്ചി എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു, കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞാനൊരു പത്രവും കൊടുത്തു, അവർക്കൊരു കാശുരൂപവും കൊടുത്തു. നിങ്ങൾ പോയി അമ്മയെ പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിനെ തരാൻ പറയാൻ പറഞ്ഞു. അവർക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിച്ചു, അവരും പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവർ ഗർഭിണിയാണ്, ഇരട്ട കുഞ്ഞുങ്ങളാണ്, പ്രസവിക്കാറായിരിക്കുന്നു. പിന്നീട്
അടുത്തതായിട്ട് എൻ്റെ അനിയത്തി, ഏറ്റവും ഇളയ അനിയത്തിയാണ്. അവളൊരു ഡൈവോഴ്സ് കേസുമായിട്ട് 10-11 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതാണ്. അവളുടെ ഹസ്ബൻഡുമായിട്ട് വളരെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ഡൈവോഴ്സായി എൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മേ എൻ്റെ എത്ര നാളെനിക്ക് അവളെ കൊണ്ടു നടക്കാൻ നോക്കാനൊക്കെ പറ്റും, അമ്മ അവൾക്കൊരു നല്ല ജീവിതം കൊടുക്കണേ അമ്മയെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതകരമായ ഒരു അവസ്ഥയാണത്. അവളെ രണ്ടാമത് വിവാഹം ചെയ്ത ആൾ അമ്മയുടെ ഒരു വിശ്വാസിയാണ്. നല്ലൊരു ജീവിതം കിട്ടി, നല്ലൊരു ജീവിത പങ്കാളിനെ അവൾക്ക് കൊടുത്ത് അമ്മ അനുഗ്രഹിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നു. ഞാൻ ഉടമ്പടിയിൽ വെക്കാത്തതും ഉടമ്പടിയിൽ വെച്ചതുമായ ഒരുപാട് നിയോഗങ്ങൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് എനിക്കും ഞാൻ പ്രേക്ഷിത വേല ചെയ്ത ആൾക്കാർക്കും അനുഭവിക്കാൻ അവസരം ഉണ്ടായെന്ന് എനിക്കറിയാം. എനിക്കും അതിനുള്ള അവസരം ഉണ്ടായി. പിന്നെ ഞാൻ ധാരാളം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോകും, പ്രാർത്ഥിക്കാൻ വരുമ്പോഴും പത്രം വാങ്ങിക്കും, പുതുക്കാൻ വരുമ്പോഴും ഞാൻ പത്രം വാങ്ങിക്കും. ഇതെല്ലാം ഞാൻ ആശുപത്രികളിൽ കൊണ്ടുപോയിട്ട് എനിക്കുണ്ടായ അനുഭവങ്ങളും വിശ്വാസ പ്രമാണവും ചൊല്ലിക്കൊണ്ട് ഞാൻ അവർക്ക് പത്രം കൊടുക്കും. അവരോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പത്രം കൊടുത്തിട്ട് അവരെ അമ്മയും തിരുക്കുമാരനും മഹത്വപ്പെടുത്തിക്കൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാൻ പോരാറ്. കാരുണ്യ പ്രവർത്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അഗതികളായിട്ടുള്ളവരും ഭക്ഷണം കഴിക്കാതെ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് പൊതിച്ചോറുണ്ടാക്കി ഞാൻ മിക്ക ദിവസങ്ങളിലും കൊണ്ടു കൊടുക്കും. ഞാനും അനിയത്തിയും കൂടെ കൊണ്ടുപോയി കൊടുക്കും. ആശുപത്രി കിടന്ന സമയത്ത് ഞാൻ വാർഡിൽ ഭക്ഷണം കഴിക്കാത്ത ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ച് വാർഡിലുള്ള ആൾക്കാർക്കൊക്കെ കൊടുക്കുകയും പത്രം വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നുവരെ എനിക്ക് പരിശുദ്ധ അമ്മയും അമ്മയുടെ തിരുക്കുമാരനും ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം ഞാൻ പ്രേക്ഷിത വേല ചെയ്തിട്ടുള്ള അവർക്ക് അനുഭവങ്ങൾ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയും അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയുടെ അടുത്ത് ഞാൻ പലർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും കിട്ടിയിട്ടുള്ള അവർക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അതോടൊപ്പം ആയിരക്കണക്കിന് പേർക്ക് നമുക്കെല്ലാവർക്കും തന്നെ നമ്മളുടെ ഓരോ സങ്കടങ്ങൾ കേട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് ആയുരാരോഗ്യ സുഖസൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇന്ന് കൃപാസനത്തിലേക്ക് കൃപാസന പത്രം കൊടുത്ത് എത്രയോ മക്കളാണ് കടന്നു വരുന്നത്. ഇവിടെ വന്ന് പരിശുദ്ധ അമ്മയിലൂടെ ഈശോ മഹത്വപ്പെടുന്ന അനുഭവ സാക്ഷ്യങ്ങൾ പിന്നീട് അവർക്ക് തന്നെ ജീവിതത്തിൽ അനുഭവങ്ങളായിട്ട് വന്ന് പങ്കുവയ്ക്കുന്നു. താൻ ഏതവസ്ഥയിൽ ഇവിടെ വന്നു എന്നും ഇവിടെ വന്നപ്പോൾ തന്നെ തനിക്ക് കിട്ടിയ അമ്മയുടെ ആ ഒരു സാന്ത്വന അഭിഷേകം, തന്നെ തഴുകി കടന്നു പോകുന്ന ഒരു അമ്മയുടെ ഒരു സാന്ത്വന സ്പർശനം അത് ഈ മകൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുക. എന്തുകൊണ്ടാണ് ഇവിടെ വന്ന എത്രയോ 1000 പേർ